ഹലോ ഹായ്, ഞാൻ വീണ്ടും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് ചാപ്റ്ററായ ഇമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ചാപ്റ്റർ 5 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ചാപ്റ്ററും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് സെക്കൻഡ് ടേം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് ഇറങ്ങി ചെന്ന് അതിൽ തിയറി എന്നുള്ള രീതിയിലൊന്നുമല്ല. ഏതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അതിനൊക്കെ ഫോക്കസ് കൊടുക്കണം. ഏതൊക്കെ 8 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിക്കണം, ഏതൊക്കെ 2 മാർക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിക്കണം എന്നുള്ള ഏകദേശം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. സോ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ചാപ്റ്ററായ ഇമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. 2023 നമ്മൾ തുടങ്ങുന്നത്. 2020-21 എക്സാം നടന്നിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. നമ്മൾ 2017, 18, 19 അതേപോലെ തന്നെ 2022-23 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2023 ഈ പറഞ്ഞ പോലെ 1 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത് പേയ്മെൻറ്റ് മെക്കാനിസം ആണ്. അത് ഇത്തിരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ 8 മാർക്ക് എന്നുള്ള പോർഷനൊന്നുമല്ല. 1 മാർക്ക് 2 മാർക്ക് ചിലപ്പോൾ മാക്സിമം പോയാൽ 3 മാർക്ക് എന്നുള്ള രീതിയിൽ ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് സെക്കൻഡ് ടേം എന്നുള്ള രീതിയിൽ നിങ്ങൾ പബ്ലിക് എക്സാമിനും ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഈ പേയ്മെൻറ്റ് മെക്കാനിസം ഏതാണെന്നുള്ളതും അല്ലെങ്കിൽ എക്സാമ്പിൾസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ 1, 2, 3 ആണ് മാക്സിമം. 3 നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേയ്മെൻറ്റ് മെക്കാനിസത്തിൽ നിന്ന് ചോദിക്കാനുള്ള റീസൺ ഉള്ളത്. ആൻഡ് പിന്നെ ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അതിലിപ്പം 2 മാർക്ക് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ പോലും ഔട്ട്സോഴ്സിങ് പല രീതിയിൽ 8 മാർക്ക് എന്നുള്ള രീതിയിൽ അല്ല, പക്ഷേ അല്ലാതുള്ള ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഔട്ട്സോഴ്സിങ്. ഇവിടെ ഇപ്പോൾ 2 മാർക്ക് എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിലും ഔട്ട്സോഴ്സിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് വേണം. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് ഫുൾ ആ ഒരു പോർഷൻ വിടാതെ പഠിക്കണം. പിന്നെ ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഒരു എക്സാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അത് കുറേ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 5 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിക്കാതെ 8 മാർക്ക് എന്നുള്ള രീതിയിൽ 8 പോയിന്റ് എങ്കിലും പഠിക്കുക എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ 5 മാർക്കിനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ 8 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം. ആൻഡ് പിന്നെ 2022 വരുമ്പം ഈ പറഞ്ഞ പോലെ 1 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഈ ബാങ്കിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അത് സിമ്പിളായിട്ട് നമുക്ക് ഈ ബാങ്കിങ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പെസിഫിക്കലി ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി എന്താണ് ഈ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കൺവീനിയൻസ് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് എഴുതാൻ പറ്റും. സോ അത് സിമ്പിളാണ്, കോമൺ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പിന്നെ വരുന്നത് B2Cയുടെ എക്സാമ്പിൾ. അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ഏരിയ ആണ്. B2B, B2C, B2E, B2G എന്തൊക്കെ B2 സംഭവങ്ങളുണ്ടോ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. സംഭവം എളുപ്പമാണ്. നമ്മൾ ആയിരിക്കാം B2C എന്ന് പറഞ്ഞത് ബിസിനസ് ടു കസ്റ്റമേഴ്സ്, ബിസിനസ് ടു ഗവൺമെൻറ്, ഇത് എത്ര സിമ്പിളാണല്ലോ എന്നുള്ള രീതിയിൽ നിന്നും പറഞ്ഞ് വിടരുത്. നല്ല രീതിയിൽ വായിക്കാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ അതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. സംഭവം B2C, B2G എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുമായിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾസ് ആണ്. പല എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഇത് ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പം അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു ഐഡിയ വേണമെങ്കിൽ എക്സാമ്പിൾസ് നോക്കിയേ പറ്റും. നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ പറ്റൂല. എക്സാമ്പിൾസ് ഉൾപ്പെടെ നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോയി ഈ പറഞ്ഞ പോലെ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ ഒരു പോർഷനിൽ ചോദിക്കാം. വീണ്ടും 2 പേയ്മെൻറ്റ് മെക്കാനിസം. ഞാൻ നേരത്തെ പറഞ്ഞാണ് പേയ്മെൻറ്റ് മെക്കാനിസംസ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വീണ്ടും 2 മാർക്കിന് ഇൻട്രാ ബി എന്ന് പറയുന്ന ട്രാൻസ്ഫർ. നേരത്തെ B2Cയുടെ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രാ ബി കോമേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. പിന്നെ വീണ്ടും ഔട്ട്സോഴ്സിങ്. അവിടെ 2 മാർക്ക് എന്നുള്ള രീതിയിൽ ഇവിടെ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ടേം ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പം ഔട്ട്സോഴ്സിങ് എന്താണെന്ന് എഴുതാം, അതിൻ്റെ ഫീച്ചേഴ്സും എഴുതാം. അപ്പോൾ നമുക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ കിട്ടും. പിന്നെ 4 മാർക്ക് എന്നുള്ള രീതിയിൽ 2022 ചോദിച്ചത് ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റാണ്. അതേപോലെ ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റും ലിമിറ്റേഷൻസും പഠിച്ചു വെക്കാം. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഈ ബിസിനസ്സും ഈ അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത ആ ഒരു ഡിഫറൻസ് പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കുറേ ബെനിഫിറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടും. പക്ഷേ ലിമിറ്റേഷനും പഠിച്ചു വെക്കാം. പിന്നെ 2019 വരുമ്പം
3 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ 2017, 18, 19 ഒരു വേറെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പാറ്റേണും അല്ലെങ്കിൽ വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന പോലെ ചിലപ്പോഴൊക്കെ ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. സംഭവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷനും ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, ഈ ബിസിനസ് പഠിക്കുമ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും രണ്ടും പഠിച്ചു വെക്കാം. ഓക്കെ, അതും ചോദിക്കുന്ന ഏരിയ ആണ്. വീണ്ടും നമുക്ക് വന്നേക്കുന്ന ഇൻട്രാ ബി എന്ന് പറയുന്ന ആ പോർഷനിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 1 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പോർഷനിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കണം. അതേപോലെ പബ്ലിക് എക്സാമിനും കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വീണ്ടും 2018 വരുമ്പം ഔട്ട്സോഴ്സിങ്ങിൻ്റെ ചോദിച്ചിട്ടുണ്ട്, അഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഔട്ട്സോഴ്സിങ് എന്താണെന്നും പഠിക്കണം, ഫീച്ചേഴ്സും പഠിക്കണം, അഡ്വാൻറ്റേജസും പഠിക്കണം, ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. ഈ 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനൊക്കെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ വാട്ട് ഈസ് മെൻ ബൈ ഇ ബാങ്കിങ്, എക്സ്പ്ലെയിൻ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും നമ്മൾ പേയ്മെൻറ്റ് മെക്കാനിസത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് അതേപോലെ പഠിച്ചു വെക്കാമെന്നൊന്നുമല്ല, നമുക്ക് തന്നെ അറിയാം ഡെബിറ്റ് കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണെന്നുള്ളത്. സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് എഴുതാമെന്നുള്ളത്. 5 മാർക്കിനാണ് 2018 നമുക്ക് ആ ഒരു ഏരിയയും ചോദിച്ചിട്ടുള്ളത്. സോ പേയ്മെൻറ്റ് മെക്കാനിസം എന്നുള്ളത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ 2017 വരുമ്പം ഈ ബിസിനസ്സിൻ്റെ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, ഇത് മോഡ് ഓഫ് ബിസിനസ് എന്നുള്ള മറ്റേ B2B, B2C, B2G അതിൻ്റെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വർഷം പോലും ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാതിരുന്നിട്ടില്ല. ആൻഡ് വീണ്ടും 2017 വരുമ്പോൾ വീണ്ടും ഈ ബിസിനസ് മോഡൽ ഐഡൻറ്റിഫൈ എന്നുള്ള രീതിയിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഔട്ട്സോഴ്സിങ് വീണ്ടും 5 മാർക്കിന് ബെനിഫിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്സോഴ്സിങ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ബെനിഫിറ്റും എഴുതുക. ആൻഡ് പിന്നെ ഈ ബാങ്കിങ്ങിൻ്റെ ബെനിഫിറ്റും. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് മോഡൽസ് ഉണ്ടല്ലോ, ഈ B2B, B2G, B2C, B2E എന്തൊക്കെയാണോ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ പഠിക്കേണ്ട ഒരു സംഭവമാണ് പേയ്മെൻറ്റ് മെക്കാനിസം. ഓക്കെ, പേയ്മെൻറ്റ് മെക്കാനിസംസ് കുറേ മെക്കാനിസംസ് ഉണ്ട്. കണ്ട സിമ്പിളാണ്, ചെക്ക്, ക്യാഷ് ഓൺ ഡെലിവറി, അതേപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെ കുറേ സംഭവം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് സിമ്പിളാണല്ലോ, പക്ഷെ അത് കൃത്യമായിട്ട് അത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആൻഡ് അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസും, അതേപോലെ ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇത്രയാണ് കോർ ഏരിയാസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.